എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലണ്ടിലെ കാർഡിസിലുള്ള സോഫിയ ഗാർഡൻ സ്റ്റേഡിയത്തിന് പുറത്ത് ശാന്തമായ അന്തരീക്ഷമാണെങ്കിലും ഇന്ത്യൻ ടീം താമസിക്കുന്ന ഹോട്ടലിന്റെയും ഡ്രസ്സിംഗ് റൂമിന്റെയും ഉള്ളറകളിൽ ഇപ്പോൾ ആഞ്ഞുവീശുന്നത് സമാനതകളില്ലാത്ത ആശയങ്ങളുടെയും തന്ത്രങ്ങളുടെയും ഒരു വൻ കൊടുങ്കാറ്റാണ്. ബർമിംഗ്ഹാമിലെ എഡ്ജ് ബാസ്റ്റണിൽ നടന്ന ആദ്യ ഏകദിനത്തിൽ ഇംഗ്ലണ്ടിനെ തറപറ്റിച്ചു നേടിയ ആവേശകരമായ ചരിത്രവിജയത്തിന്റെ ലഹരിയിലായിരുന്നു ഇന്ത്യൻ ക്യാമ്പ്. എന്നാൽ അപ്രതീക്ഷിതമായി വന്നെത്തിയ ഒരു വലിയ ദുരന്തം ആഹ്ലാദങ്ങളെ തച്ചുടച്ചു. ആദ്യ മത്സരത്തിൽ 80 റൺസെടുത്ത് അക്ഷരാർത്ഥത്തിൽ ഇംഗ്ലീഷ് ബൌളർമാരെ കടന്നാക്രമിച്ചുകൊണ്ടിരുന്ന ശുഭ്മാൻ ഗില്ലിന്റെ വലതുകാലിലെ ഹാംസ്ട്രിങ്ങിനുണ്ടായ ആ കടുത്ത വലിവ് കേവലം ഒരു പരിക്കായിരുന്നില്ല, മറിച്ച് ഇന്ത്യൻ ടീമിന്റെ താളം തെറ്റിക്കുന്ന ഒരു ഭൂകമ്പമായിരുന്നു. മെഡിക്കൽ റിപ്പോർട്ടുകൾ ആ കൈപ്പേറിയ സത്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. പരിക്ക് വളരെ ഗുരുതരമായതിനാൽ പരമ്പരയിലെ അവശേഷിക്കുന്ന മത്സരങ്ങളിൽ നിന്ന് ഗിൽ ഔദ്യോഗികമായി പൂർണ്ണമായും പുറത്തായിരിക്കുന്നു. ഗില്ലിന്റെ അസാന്നിധ്യത്തിൽ ടീമിന്റെ പൂർണ്ണ കടിഞ്ഞാൻ സ്വാഭാവികമായും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ കൈകളിലെത്തിയതോടെ ടീം സെലക്ഷൻ ടേബിളിൽ അരങ്ങേറിയത് മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറും നായകനും തമ്മിലുള്ള തീ പാർന്ന പോരാട്ടമാണ്. BCCI നിയമപ്രകാരം ടീമിനെ തെരഞ്ഞെടുക്കാനുള്ള അധികാരം ക്യാപ്റ്റനും കോച്ചിനും തുല്യമായിരിക്കെ 2027 ലോകകപ്പ് മുന്നിൽ കണ്ട് ഭാവിയിലേക്കുള്ള ഒരു ടീമിനെ വാർത്തെടുക്കുന്നതിന്റെ ഭാഗമായി വിദേശ പിച്ചുകളിൽ പരിചയസമ്പന്നരായ ആഭ്യന്തര താരങ്ങൾക്ക് അവസരം നൽകണമെന്നും പ്രതിരോധത്തിലൂന്നിയ റൊട്ടേഷൻ പോളിസി സ്വീകരിക്കണമെന്നുമായിരുന്നു ഗംഭീറിന്റെ ഉറച്ച നിലപാട്. എന്നാൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ മനസ്സിൽ എരിഞ്ഞിരുന്നത് മറ്റൊന്നായിരുന്നു. ആദ്യ മത്സരത്തിലെ ആധികാരിക വിജയത്തോടെ ശത്രുപാളയത്തിലുണ്ടായ ഭയം മുതലെടുത്ത് ഒരു പരീക്ഷണങ്ങൾക്ക് മുതിരാതെ നേർക്കുനേർ നിന്ന് ആക്രമിച്ച് പരമ്പര ഇവിടെ വെച്ച് തന്നെ സ്വന്തമാക്കുക എന്ന ആ നിർദ്ദയമായ കില്ലർ ഇൻസ്റ്റിങ്ക്റ്റ് മാത്രമായിരുന്നു നായകന്റെ ലക്ഷ്യം. ഗംഭീറിന്റെ കടുത്ത എതിർപ്പുകളെ വകഞ്ഞുമാറ്റി തനിക്കുള്ള ക്യാപ്റ്റന്റെ വീറ്റോ അധികാരം പൂർണ്ണമായും ഉപയോഗിച്ച് രോഹിത് ശർമ്മ ആ നിർണായക പ്രഖ്യാപനം നടത്തി. വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള യുവവിസ്മയം വൈഭവ് സൂര്യവംശിയെ ഓപ്പണിംഗിലേക്കും ഒപ്പം കോടിക്കണക്കിന് ആരാധകർ ദീർഘനാളായി കാത്തിരുന്ന അതിശക്തനായ പോരാളി സഞ്ജു സാംസനെ മധ്യനിരയിലും പ്ലേയിംഗ് 11-ൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഇരട്ട പ്രഹരം ക്രിക്കറ്റ് ലോകത്ത് അക്ഷരാർത്ഥത്തിൽ ഒരു വൻ വിസ്ഫോടനമായി മാറുകയായിരുന്നു. ഇതോടെ കടുത്ത അതൃപ്തിയിലായ ഗംഭീർ ഒതുക്കപ്പെട്ടുവെന്ന ചിന്തയാൽ രോഷാകുലനാവുകയും ചെയ്തതോടെ ഡ്രസ്സിംഗ് റൂമിലെ ഇരു പ്രതിഭകളും തമ്മിലുള്ള ശീതയുദ്ധം അതിന്റെ പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. കാർഡിഫിലെ സവിശേഷമായ സ്ക്വയർ ബൗണ്ടറികളും തുടക്കത്തിൽ ലഭിക്കുന്ന പേസർമാർക്ക് ലഭിക്കുന്ന അതിശക്തമായ സീമും സ്വിംഗും അതിജീവിക്കാൻ പ്രതിരോധത്തിലൂന്നിയ കളിയല്ല, മറിച്ച് ആദ്യ പന്ത് മുതൽ പ്രത്യാക്രമണം നടത്തുന്ന വൈഭവിനെയും ഏത് ലോകോത്തര സ്പിന്നറെയും പേസറെയും ഒരുപോലെ ഗ്രൗണ്ടിന് പുറത്തെത്തിക്കാൻ കെൽപ്പുള്ള സഞ്ജു സാംസനെയും പോലെയുള്ള സമാനതകളില്ലാത്ത മാച്ച് വിന്നർമാരെയാണ് ആവശ്യമെന്ന് രോഹിത്തിന് നന്നായി അറിയാമായിരുന്നു. പത്രസമ്മേളനത്തിൽ അങ്ങേയറ്റം ആത്മവിശ്വാസത്തോടെയും അല്പം ഗൗരവത്തോടെയും രോഹിത് ആഞ്ഞടിച്ചു. ഗില്ലിന്റെ പരിക്ക് വലിയൊരു തിരിച്ചടിയാണെങ്കിലും അത് വൈഭവിനെ പോലെ ഒരു യുവപ്രതിഭയ്ക്കും സഞ്ജുവിനെ പോലെ ഒരു പ്രതിഭാശാലിക്കും തങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള സുവർണാവസരമാണ് തുറന്നിടുന്നത്. പ്രതിസന്ധികളുടെ തീച്ചൂളയിൽ മാത്രമേ ഒരു വജ്രത്തെ അതിന്റെ പൂർണ്ണ ശോഭയോടെ വാർത്തെടുക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ രോഹിത് ഗംഭീറിന്റെ പ്രതിരോധ തന്ത്രങ്ങൾക്കുള്ള പരോക്ഷമായ മറുപടിയെന്നോണം പവർ പ്ലേയിൽ കളിയുടെ ഗതി തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള വൈഭവിനൊപ്പം താൻ തന്നെ ഓപ്പൺ ചെയ്യുമെന്നും മധ്യനിരയിൽ എതിരാളികളുടെ നട്ടെല്ലൊടിക്കാൻ സഞ്ജുവിന് പൂർണ്ണ സ്വാതന്ത്ര്യവും അതിരുകളില്ലാത്ത പിന്തുണയും നൽകുമെന്നും ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ രോഹിത് ശർമ്മ തന്റെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ തിരഞ്ഞെടുത്ത ആ 11 വിശക്കുന്ന സിംഹങ്ങളുടെ സംഘം ഇംഗ്ലണ്ടിന്റെ ഉറക്കം കെടുത്താൻ തയ്യാറെടുത്തു കഴിഞ്ഞു. മുന്നിൽ നിന്നും ടീമിനെ നയിക്കാൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പുതിയ പന്തിനെ നേരിട്ട് ഇംഗ്ലീഷ് പേസർമാരുടെ മനോവീര്യം കെടുത്താനിറങ്ങുമ്പോൾ അദ്ദേഹത്തിനൊപ്പം വിസ്മയമായി യുവതാരം വൈഭവ് സൂര്യവംശിയും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുന്നു. 3-ാം സ്ഥാനത്ത് ആധുനിക ക്രിക്കറ്റിലെ ഇതിഹാസം സാക്ഷാൽ വിരാട് കോഹ്ലി ഇന്നിംഗ്സിന് പകരം വെക്കാനില്ലാത്ത ഉറപ്പും കരുത്തും പകരാൻ തയ്യാറായി നിൽക്കുമ്പോൾ സ്പിന്നർമാർക്കെതിരെ അനായാസം വലിയ ഷോട്ടുകൾ കളിക്കാനും സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാനും അപാരം കഴിവുള്ള ശ്രേയസ് അയ്യർ 4-ാം നമ്പറിൽ എത്തുന്നു. 5-ാം സ്ഥാനത്ത് ടീമിന്റെ വിക്കറ്റ് കീപ്പറായും സമ്മർദ്ദഘട്ടങ്ങളിലെ വിശ്വസ്തനായ ഫിനിഷറായും ഗാലറികളെ ആവേശം കൊള്ളിക്കാൻ സഞ്ജു സാംസൺ ബാറ്റ് ഏന്തുമ്പോൾ ഈ ടീമിന്റെ മധ്യനിര പൂർണ്ണമായും അജയ്യമാകുന്നു. കൂടാതെ കഴിഞ്ഞ മത്സരത്തിലെ ഹീറോ ആയ വാഷിംഗ്ടൺ സുന്ദർ 6-ാം സ്ഥാനത്ത് ടീമിന് ബൌളിംഗിലും ബാറ്റിംഗിലും മികച്ച സമതുലിതാവസ്ഥ നൽകുന്നു. 7-ാം നമ്പറിൽ 4 വിക്കറ്റും പുറത്താകാതെ 57 റൺസും നേടി വിസ്മയം സൃഷ്ടിച്ച അക്ഷർ പട്ടേൽ ഇംഗ്ലണ്ടിനെ കടിഞ്ഞാണിടുമ്പോൾ 8-ാം സ്ഥാനത്ത് ലോകത്തിലെ ഏറ്റവും മികച്ച ചൈനാമാൻ സ്പിന്നറായ കുൽദീപ് യാദവിന്റെ മാന്ത്രിക വിരലുകളിൽ വിരിയുന്ന സ്പിൻ വളയത്തിൽ ഇംഗ്ലീഷ് ബാറ്റർമാർ കുരുങ്ങുമെന്ന് ഉറപ്പാണ്. 9-ാം സ്ഥാനത്ത് ലോക 1 നമ്പർ ഫാസ്റ്റ് ബൌളറായ ജസ്പ്രീത് ബുംറയുടെ നേതൃത്വത്തിലുള്ള പേസ് നിര കാർഡിഫിൽ തീമഴ പെയ്യിക്കും. തുടക്കത്തിൽ ലഭിക്കുന്ന സ്വിംഗും ഡെത്ത് ഓവറുകളിലെ മാരകമായ യോർക്കറുകളും ഇംഗ്ലണ്ടിന്റെ ഏറ്റവും വലിയ പേടി സ്വപ്നമാകുമ്പോൾ തന്റെ അസാമാന്യമായ ഉയരവും വേഗവും മുതലാക്കി പിച്ചിൽ നിന്നും അധിക ബൗൺസ് കണ്ടെത്തി ഇംഗ്ലീഷ് ബാറ്റർമാരെ ബാക്ക് ഫുട്ടിലാക്കുന്ന പ്രസിദ്ധ കൃഷ്ണ 10-ാം സ്ഥാനത്തും പുതിയ പന്തിലെ ഇരുവശങ്ങളിലേക്കും അനായാസം സ്വിംഗ് ചെയ്യിക്കാൻ കഴിവുള്ള ഇടംകയ്യൻ പേസർ അർഷദീപ് സിംഗ് 11-ാം സ്ഥാനത്തും അണിനിരക്കുന്നതോടെ ഈ ടീം ഒരു സമ്പൂർണ്ണ യുദ്ധസജ്ജമായ സംഘമായി മാറുന്നു. തുടക്കത്തിൽ തന്നെ ബുംറയും കൃഷ്ണയും ചേർന്ന് ഇംഗ്ലണ്ടിന്റെ മുൻനിരയെ തകർത്തെറിയുക, വൈഭവിനെ ഉപയോഗിച്ച് ഭയരഹിതമായ പ്രത്യാക്രമണം
നടത്തുക, കോഹ്ലിയും അയ്യരും ചേർന്ന് അടിത്തറ ഒരുക്കുക, അവസാന ഓവറുകളിൽ സഞ്ജു സാംസന്റെ സംഹാര താണ്ഡവത്തിലൂടെ സ്കോർ ബോർഡ് അപ്രാപ്യമായ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്ന തന്ത്രങ്ങൾ കോർത്തിണക്കിയാണ് കാർഡിഫിൽ പരമ്പര സ്വന്തമാക്കാൻ രോഹിത് തന്റെ അതിശക്തമായ മാസ്റ്റർ പ്ലാൻ ഒരുക്കിയിരിക്കുന്നത്. പരിശീലകൻ ഗൗതം ഗംഭീരിന്റെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി സഞ്ജു സാംസണിലും വൈഭവ് സൂര്യവംശിയിലും പൂർണ്ണ വിശ്വാസമർപ്പിച്ചുകൊണ്ട് രോഹിത് ശർമ്മ താൻ കളിക്കാരുടെ യഥാർത്ഥ നായകനാണെന്ന് ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞു. കളിക്കളത്തിൽ വെറുമൊരു മത്സരമെന്നതിലുപരി തങ്ങളുടെ ക്യാപ്റ്റന്റെ ഉറച്ച വിശ്വാസത്തെയും ധൈര്യമായ നിലപാടിനെയും ശരിവെക്കുക എന്ന വലിയൊരു ലക്ഷ്യത്തോടെയാണ് ഈ 11 ചുണക്കുട്ടുകൾ ഇറങ്ങുന്നത്. രോഹിത്തിന്റെ ഈ ധീരമായ തീരുമാനം ചരിത്ര വിജയമായി മാറുമോ അതോ ഗംഭീരന്റെ ആശങ്കകൾ സത്യമാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതിരിക്കുന്നു. ടീം ഇന്ത്യ രണ്ടാമത്തെ ഏകദിനവും വിജയിച്ച് പരമ്പര സ്വന്തമാക്കുമോ എന്നറിയാനുള്ള ആകാംക്ഷയോടെ ലോകമെമ്പാടുമുള്ള ആരാധകർ കാത്തിരിക്കുമ്പോൾ സഞ്ജുവിന്റെയും വൈഭവിന്റെയും ഈ ഗംഭീര തിരിച്ചുവരവടങ്ങുന്ന മാസ്റ്റർ പ്ലാൻ നിങ്ങളെയും ആവേശഭരിതരാക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായമായി താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക.